നൽകട്ടെ. കർത്താവിൻ്റെ ആത്മാവും ശക്തിയും നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല നിമിഷം നിങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടും സ്നേഹത്തോടും വളരെ പ്രതീക്ഷയോടും കൂടെ ഈ ശുശ്രൂഷകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മധ്യത്തിൽ ഉള്ളതിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ശബ്ദം കംഫർട്ടബിൾ ആണ് എന്ന് കരുതുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെസ്സേജ് ചെയ്യുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസമെല്ലാം ആത്മാവിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്താനൊക്കെ ദൈവം കൃപ ചെയ്തു, സഹായിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ അഗ്നിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. വളരെ ചെറിയൊരു മെസ്സേജായിട്ടാണ് ഇന്ന് എടുക്കുന്നത്. ദൈവത്തിൻ്റെ അഗ്നിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഇന്നെൻ്റെ ചിന്തയിൽ അങ്ങനൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നൽകിയത്. നമ്മൾ ദൈവത്തിൻ്റെ അഗ്നിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അഗ്നിയെക്കുറിച്ച് അംഗീകരിക്കുന്നവരും അഗ്നിയെ വിമർശിക്കുന്നവരുമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ തീ, അഗ്നി, അങ്ങനൊരു വാക്കിൻ്റെ ആവശ്യം ഇല്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അത് അംഗീകരിക്കുന്നവരുണ്ട്. എന്തായാലും ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അംഗീകരിക്കേണ്ട ഒരു സത്യമാണ്. ദൈവത്തിൻ്റെ തീയുടെ പ്രത്യക്ഷതയെ നാം അംഗീകരിക്കേണ്ട ഒരു സംഗതിയാണ്. എന്ത് കാര്യമാണെങ്കിലും വിശുദ്ധ ബൈബിളിൽ അത് പറയുന്നുണ്ടെങ്കിൽ നാം അംഗീകരിക്കുന്നതിൽ തെറ്റില്ല. ദൈവത്തിൻ്റെ തീ എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറ്റൊരു തലമാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ മറ്റൊരു തലമാണ്, അല്ലെങ്കിൽ മറ്റൊരു രൂപകമാണ് അഗ്നി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തന്നെ രൂപത്തിൻ്റെ പ്രത്യക്ഷതയുടെ മറ്റൊരു വകഭേദമാണ് അഗ്നി എന്ന് പറയുന്നത്. അഗ്നി പലതിനെയും കുറിക്കുന്നുണ്ട്. ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നിയെ വിശുദ്ധ ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അഗ്നി ദഹിപ്പിക്കുന്ന ഒന്നാകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ എല്ലാ അഗ്നിയും, ദൈവത്തിങ്കിൽ നിന്ന് പുറപ്പെട്ടു വന്ന, ദൈവം പ്രത്യക്ഷപ്പെടുത്തിയ, വെളിപ്പെടുത്തിയ എല്ലാ അഗ്നിയും ദഹിപ്പിക്കുന്ന അഗ്നി ആയിരുന്നില്ല. എന്തായാലും പരിശുദ്ധാത്മാവ് ആയ ദൈവം തൻ്റെ അഗ്നിയെ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ വെളിപ്പെടുത്തിയതിൻ്റെ പ്രഥമ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി ജനത്തെ സജ്ജരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അഗ്നിയുടെ പല പ്രവർത്തനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ആർ ഈ അഗ്നിയെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നുവോ, ആർ ഈ അഗ്നിയെ ജീവിതത്തിൽ അനുവദിക്കുന്നുവോ, ആർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ സ്വാഗതം ചെയ്യുന്നുവോ, അവനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ, ആ കുടുംബത്തെ, ആ തലമുറയെ ദൈവം തൻ്റെ ഉദ്ദേശത്തിനായി സജ്ജമാക്കുന്നു. ഒരു ഹെവൻലി എൻകൗണ്ടറിന് വേണ്ടി താങ്കൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഒരു പുതിയ ഭാഷയ്ക്ക് വേണ്ടി താങ്കൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഒരു പുതിയ നിയോഗത്തിന് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും നല്ലൊരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടായി നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ പേര് ഞാൻ പറയാം. ഹി ഈസ് ഹോളി സ്പിരിറ്റ്, അബ്ബ ഫാദർ, ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടായി ഈ ഹോളി സ്പിരിറ്റിനെ നിങ്ങൾക്ക് അനുവദിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ അവിടുന്ന് സജ്ജനാക്കുന്ന, പല കാര്യങ്ങൾക്കും സജീവമായി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സജ്ജരാക്കുന്ന ഒരു വ്യക്തിത്വം ഈ പരിശുദ്ധ ആത്മാവിനുണ്ട്. ദൈവരാജ്യത്തിലെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി ഒരു വ്യക്തിക്ക് തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അഗ്നിക്കകത്തേക്ക് കയറിയേ പറ്റൂ. അഗ്നി ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ സ്പിരിച്വൽ ലൈഫിൽ ഒരു തീക്ഷ്ണത ഉണ്ടാകത്തുള്ളൂ. ചില വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായൊരു അനുഭവം ഉണ്ടാകാറുണ്ട്. ലളിതമായ വാക്കിൽ തന്നെ സംസാരിക്കാം. ഭയങ്കരമായൊരു അനുഭവം ഉണ്ടാകാറുണ്ട്. ചില വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എത്ര വീക്കായിട്ടിരുന്നാലും ഭയങ്കര അനുഭവം, മീൻസ് നമുക്ക് എന്തോ ഒരു പോസിറ്റിവിറ്റി, എന്തോ ഒന്ന് നമ്മുടെ ശരീരത്തിൽ തൊടുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. പരിശുദ്ധ ആത്മാവ് ഒരു വ്യക്തിയുടെ ലൈഫിൽ വരുമ്പോൾ
ഉണ്ടാകുന്ന മാറ്റമാണിത്. അതിനകത്ത് നിന്ന് എനിക്കൊരു ആലോചന നിങ്ങൾക്ക് കൈമാറാനുള്ളത്, മറ്റൊരു വ്യക്തിയെ സ്പർശിക്കുന്ന ഒരു സാന്നിധ്യമായി, മറ്റൊരു വ്യക്തിയെ സ്പർശിക്കുന്ന ഒരു സാന്നിധ്യമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നാം മാറിക്കഴിയും, നമ്മളെ മാറ്റും. ഈ 3 കാര്യങ്ങളാണ് ഹോളി സ്പിരിറ്റിൻ്റെ ഫയർ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ. പ്രാരംഭത്തിലുള്ള 3 കാര്യങ്ങൾ. 1, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ അതിനെ നമുക്ക് സാന്നിധ്യം എന്ന് പറയാം, പ്രസൻസ്, സാന്നിധ്യം എന്ന് പറയാം. 2, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നമുക്കൊരു ഭയങ്കരമായൊരു അഭിനിവേശം ഉണ്ടാവും, ഭയങ്കരമായൊരു അഭിനിവേശം. ഈ 3 കാര്യങ്ങളെയും നമ്മൾ സംസാരിക്കുന്നുള്ളൂ ചെറുതായിട്ട്. ഭയങ്കരമായൊരു അഭിനിവേശം ഉണ്ടാവും. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, ദൈവത്തിൻ്റെ തീ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതുണ്ടാകുന്നത് ഭയങ്കര ദൈവിക പ്രസൻസ് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനു മുന്നേ ഉള്ള സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ, അതിൻ്റെ കാരണം അവിടെ എല്ലാ ദിവസവും നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് കൊണ്ടല്ല, പരിശുദ്ധാത്മാവിന് ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് ചുറ്റുമിരുന്നു കൊണ്ട് അന്നത്തെ സന്ദേശത്തെ നിങ്ങൾക്ക് ഫലവത്തുള്ളതാക്കി മാറ്റാൻ തക്കവണ്ണം അവിടുന്ന് നിങ്ങളിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സാന്നിധ്യം നിങ്ങളെ അവിടുന്ന് അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നിൽ തന്നെ ഉണ്ട്, ഞാൻ നിന്റെ കംഫർട്ടറായിട്ട് നിൽക്കുന്നു, ഞാൻ നിന്റെ ഗാർഡിയനായിട്ട് നിൽക്കുന്നു, ഈ സന്ദേശം നിന്നോടാകുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് നിങ്ങൾ ആ ഫീലിങ്സ്, അതാണ് നിങ്ങൾ ആ ഒരു പ്രസൻസിനകത്ത് നിങ്ങൾ ഇരിക്കുന്നത്. 2, ഹോളി സ്പിരിറ്റിൻ്റെ ഫയർ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഭയങ്കരമാകുന്ന ഒരു അഭിനിവേശം. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഇങ്ങനൊരു ഭയങ്കര തീവ്രമായ ഒരാഗ്രഹം നമ്മുടെ ഉള്ളത്തിലുണ്ടാകും. ഇന്ന് ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിലുണ്ട്, ഈ വർഷം തീരുന്നതിന് മുന്നേ ഒരു സ്പെഷ്യൽ മീറ്റിംഗ്, ഫിസിക്കൽ മീറ്റിംഗ് വെക്കണം. ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് നമ്മുടെ ഓൺലൈനിൽ ഒരു പരസ്യം കൊടുത്ത് ഒരു 1, 2, 3 മാസം മുന്നേ അതിൻ്റെ ഒരു ആഡ് കൊടുത്ത് താല്പര്യമുള്ള ജനത്തെ ഏത് രാജ്യത്തു നിന്നാണെങ്കിലും ഏത് പട്ടണത്തിലുള്ളവർക്കാണെങ്കിലും സ്വാഗതം പറഞ്ഞ് ഒരു ഹോളി സ്പിരിറ്റ് എൻകൗണ്ടറിന് ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ തീക്കകത്ത് അവരെ ഒന്ന് കണക്ട് ചെയ്യാൻ, ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കാൻ ഒരു മീറ്റിംഗ് വെക്കണം എന്നിങ്ങനൊരു ദാഹം. അപ്പോൾ കറക്റ്റായി ഞാനിപ്പോൾ ഇത് പറഞ്ഞു വന്നപ്പോൾ എനിക്കത് അന്നേരം പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ആഗ്രഹിച്ചു, ഞാൻ എന്തായാലും പറയാം, എൻ്റെ ഒരു ആഗ്രഹം ഇതാണ്, ഈ 2025 എങ്കിലും ആ മീറ്റിംഗ്, ഞാൻ ഇന്നുവരെ ഫിസിക്കൽ മീറ്റിംഗ് ചെയ്തിട്ടില്ല, ഓൺലൈൻ മീറ്റിങ്ങേ ചെയ്തിട്ടുള്ളൂ, ഫിസിക്കൽ മീറ്റിംഗ്സ് അത് ചെയ്തിട്ടില്ല. അതൊരു ചലഞ്ചാണ്. അതൊറ്റ കാര്യമേ ഉള്ളൂ, ആദ്യം ഒരു ഇതേ ഉള്ളൂ, അതൊരു ഹോളി സ്പിരിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടേ ഞാൻ പിന്നെ വേറെ ഏത് മീറ്റിങ്ങും വെക്കത്തുള്ളൂ. പിന്നെ ഹീലിംഗ് മിനിസ്ട്രി വെക്കുമായിരിക്കും, പ്രൊഫറ്റിക്കൽ മിനിസ്ട്രി വെക്കുമായിരിക്കും, ഇമ്പാർട്ടേഷൻ എന്ത് വെക്കുമായിരിക്കും. പക്ഷെ ആദ്യം ഹോളി സ്പിരിറ്റ് ഇമ്പാർട്ടേഷന് വേണ്ടിയിട്ടുള്ള, പരിശുദ്ധാത്മാവിനാൽ ഒരു ജനം പിടിക്കപ്പെട്ടാലേ വേറെ ഏതിനകത്ത് ഒരു മനുഷ്യന് നിൽക്കാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഒരു മീറ്റിംഗ് ഫസ്റ്റ് വെക്കണം എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് ദൈവം ഒരു നിയോഗം തരുന്ന പക്ഷേ ഞാൻ ഇടും, ആ ഒരു അറിയിപ്പ് ഞാൻ തരും, നിങ്ങൾ വരണം. ഏത് രാജ്യത്തിൽ നിന്നാണെങ്കിൽ ഒരു മോർണിംഗ് മീറ്റിംഗ് ആയിരിക്കും അത്. നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നാലും തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് അതിനുള്ള എല്ലാ അക്കോമഡേഷനും ഒരുക്കാം. വരാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം. ഫ്രീ ആയിരിക്കും, ഒരു രജിസ്ട്രേഷനും ഇല്ല, ഒന്നുമില്ല, ഒരു പൈസ ചിലവില്ല. നിങ്ങൾക്ക് വരുന്ന ഒരു വണ്ടിക്കൂലി മാത്രമല്ല, ഇല്ലാത്തവർ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തരാം. വരിക, നിങ്ങൾ ആ ദൈവസാന്നിധ്യം അനുഭവിക്കുക. അത്രയേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. ആമേൻ. ഇത്ര പേർക്ക് സന്തോഷമുണ്ട്. ദൈവം ചെയ്യുന്നേ, കർത്താവ് അതൊക്കെ ചെയ്യും. ഒരുവൻ ദൈവ സാന്നിധ്യത്തിനകത്ത് ആ സന്തോഷം അനുഭവിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നൊരു ഭയങ്കര ഒരു മൂന്നാമത്തെ കാര്യം, ഞാൻ വേർഡ് എടുത്തിട്ടില്ല കേട്ടോ, എടുക്കാൻ പോണേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ത് സംഭവിക്കുന്നു ആദ്യം പറയട്ടെ. ശുദ്ധി ഉണ്ടാവും. ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നാൽ
പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നാൽ അവൻ ശുദ്ധി ഉള്ള മനുഷ്യനായി വരും. നാലാമത്തെ ഒരു പോയിന്റൂടെ ഞാൻ പറഞ്ഞേക്കാം. നാലാമത്തെ, ഹോളി സ്പിരിറ്റിന്റെ ഫയർ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നാൽ, ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നാൽ എന്താ സംഭവിക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ എന്താ? ശക്തീകരിക്കപ്പെടും. അവൻ ശക്തി കൊണ്ട് നിറയും. അവൻ ശക്തി കൊണ്ട് നിറയും. ശക്തി കൊണ്ട് നിറയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്കും ദൈവത്തിന്റെ മക്കൾ വന്നേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം മുതൽ എല്ലാ ദൈവമക്കളും വന്നേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. അപ്പോൾ ഞാൻ 4 മുതൽ 1 വായിച്ചോട്ടെ, എൻ്റെ കണ്ണിൽ അത് വെട്ടു. നമുക്ക് 6-ാമത്തെ അധ്യായം നമുക്ക് ഒരുമിച്ച് വായിക്കാം. 6-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കാം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽമൂടി, 2 കൊണ്ട് പറന്നു. ഓരോരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. Holy, holy, holy is the Lord of hosts. The whole earth is full of his glory. സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന നാമമുള്ള സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ മഹത്വം കൊണ്ട് ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുന്നു. ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം എവിടെ നിന്ന് വരുന്നു? തൻ്റെ ആത്മാവിൽ നിന്ന് വരുന്നു. ദൈവത്തിന്റെ മഹത്വം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്, അല്ലേ? ദൈവത്തിന്റെ മഹത്വം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്. എൻ്റെ ശബ്ദം എവിടെ ഉണ്ടോ ആ പരിസരത്ത് എവിടെയോ ഞാനുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ മഹത്വം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്. ദൈവമുള്ളിടത്ത് തൻ്റെ പരിശുദ്ധ റൂഹുണ്ട്. പരിശുദ്ധ റൂഹുണ്ടെങ്കിലേ ദൈവം ഉണ്ടാവത്തുള്ളൂ. സർവഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അർത്ഥം, ഒരു ഭൂമിയിൽ ദൈവത്താൽ എന്തൊന്ന് സംഭവിക്കുന്നു എന്നുണ്ടെങ്കിലും ആ ഇടത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് സംഭവിക്കുന്നത്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ വർഷിപ്പ് ചെയ്യുന്ന സാറാഫുകൾ പറയുകയാണ്, അവൻ പരിശുദ്ധൻ, അവൻ പരിശുദ്ധൻ, അവിടുന്ന് പരിശുദ്ധൻ. ഒരുത്തൻ മറ്റൊരു ദൂതനോട് പറയുന്നു, സറാഫ് മറ്റൊരു സാറാഫിനോട് പറയുന്നു, അദ്ദേഹം മറ്റൊരു വ്യക്തിയോട് പറയുന്നു, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഒരു ദൈവശബ്ദം ഞാൻ അറിയിക്കാം. ആരാധിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തെ അറിയുന്ന ഒരു മനുഷ്യനെങ്കിലും, ഒരു ദൂതനെങ്കിൽ പോലും അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല എന്ന് തിരുവെഴുത്ത് തന്നെ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ മഹത്വം കണ്ടുകൊണ്ടിരിക്കുന്ന ദൂതന്മാർക്ക് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ദൂതന്മാർക്ക് വെളിപ്പെടാത്ത പല കാര്യങ്ങളും ദൈവം സ്നേഹിക്കുന്ന മനുഷ്യന് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധിയിൽ നിന്ന്, അവിടുത്തെ ഗ്ലോറിയിൽ നിന്ന്, അവിടുത്തെ ആത്മസമ്പന്നതയിൽ നിന്ന് എനിക്കും താങ്കൾക്കും ഇത് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുമ്പോൾ ദൂതന്മാർ അടങ്ങിയിരിക്കുന്നില്ല എങ്കിൽ നമ്മൾ എത്രയധികം നമ്മുടെ ദൈവത്തെ കുറിച്ച് മറ്റൊരു വ്യക്തിയോട് പറയണം. ദൈവശബ്ദം താങ്കളിലേക്ക് വീഴുന്നു. ഇന്നു മുതൽ ഈ സന്ദേശം എൻഡ് ചെയ്യുന്നതിന് മുൻപേ ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയാൻ, ആത്മാവിൽ കൈമാറാൻ, ആത്മാവിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ ദൈവത്തെക്കുറിച്ചൊരു സാക്ഷ്യം പറയാൻ ദൈവം നിന്റെ ആദരത്തെ തൊടും. In Jesus' name. എന്താണ് അതിനുള്ള തെളിവ്? 4-ാമത്തെ വാക്യം, അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അതെന്താ? എല്ലാ ദൂതന്മാരും ആരാധിക്കുമ്പോൾ സംഭവിക്കുമോ? സംഭവിക്കും.
എല്ലാ മനുഷ്യരും ആരാധിക്കുമ്പോൾ സംഭവിക്കുമോ? സംഭവിക്കാം, അങ്ങനെ പറയാൻ പറ്റൂ. മറ്റവർ ആരാധിക്കുമ്പോൾ സംഭവിക്കും. കാരണം അവരെന്നാ അറിഞ്ഞാരാധിക്കുന്നവനാ. ഞാനൊരു ദൈവശബ്ദം താങ്കളോട് കൈമാറട്ടെ, എൻ്റെ ഒരു അഭിപ്രായമായിട്ട് തന്നെ പറയാം. പ്രസംഗിക്കുന്നെങ്കിൽ ദൈവസാന്നിധ്യം അറിഞ്ഞ് പ്രസംഗിക്കണം. പ്രവചിക്കുന്നെങ്കിൽ ദൈവസാന്നിധ്യം അനുഭവിച്ച് പ്രവചിക്കണം. പാടുന്നെങ്കിൽ ദൈവമഹത്വം അറിഞ്ഞു പാടണം. ദൈവത്തെക്കുറിച്ച് പറയുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവസാന്നിധ്യം അറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ അറിഞ്ഞു പ്രാർത്ഥിക്കുന്നതും ആർക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നതും അറിഞ്ഞു പ്രസംഗിക്കുന്നതും കാര്യം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ സമയം തീർക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നതും ആരും അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞതാ, രണ്ടും രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. ഇവരാരാധിച്ചപ്പോ, ഈ ദൂതന്മാർ സറാഫുകൾ ആരാധിച്ചപ്പോ ഉമ്മറപ്പടി കുലുങ്ങാൻ വേണ്ടി ആരാധിച്ചതല്ല, പക്ഷെ ആരാധിച്ചപ്പോ കുലുങ്ങി. ഇവരാരാധിച്ചപ്പോ ആലയത്തിനകത്ത് പുക ഇറങ്ങാൻ വേണ്ടി ആരാധിച്ചല്ല, പക്ഷേ ഇവർ ആരാധിച്ചപ്പോ മഹത്വം കൊണ്ട് പുക മഹത്വത്തെ കാണിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ ഇത് നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു നിഴലിനെ കുറിച്ചാണ്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു പൊരുളിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു നിഴലാണ് ഈ ഒരു കാര്യം. എൻ്റെ വീടിനകത്തും ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ എന്ന് ഞാൻ 10 വട്ടം പറയുമ്പോൾ പരിശുദ്ധ റൂഹിന്റെ സാന്നിധ്യം എൻ്റെ വീടിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചിലതൊന്ന് ഇളകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നേ, ഞാൻ ചിലതൊന്ന് ഇളകാൻ വേണ്ടി ഉപവസിക്കേണ്ടെന്നേ, ഞാൻ ചിലതൊന്നും കുലുങ്ങാൻ വേണ്ടി ദൈവസന്നിധി കിടന്ന് ഉരുളണ്ടെന്നേ, ഞാൻ ആരാധിക്കുമ്പോൾ തന്നെ കെട്ടുകൾ അഴിഞ്ഞു തുടങ്ങും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു ആരാധനയുടെ മഹത്വം ഇറങ്ങുന്നു, വലിയൊരു ആരാധനയുടെ മഹത്വം ഇറങ്ങുന്നു. അവൻ പരിശുദ്ധൻ, അവൻ പരിശുദ്ധൻ, അവൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധിയുടെ സാന്നിധ്യം വീടുകൾക്കകത്ത് ഇറങ്ങുന്നു. ഉമ്മരപ്പടി കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പൊ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നതിന്റെ പിന്നിൽ കുലുങ്ങണമെങ്കിൽ, ഇളകണമെങ്കിൽ ഒരു ശക്തിയുടെ ആരാധനയായിരിക്കണം വെളിപ്പെടേണ്ടത്. ക്രിസ്തീയ ജീവിതത്തിൽ ശക്തിയുടെ ആരാധന വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ധരിക്കണം. ശക്തിയുടെ ആരാധന വെളിപ്പെടണമെങ്കിൽ, ആരാധന പല രീതിയിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ചർച്ചിലൊക്കെ ശുശ്രൂഷിക്കുന്ന സമയം ചിലരെന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വിശ്വാസത്തിൻ്റെ ഒരു വേർഡ് വീഴുമ്പോൾ തന്നെ അവർ ശക്തിയോടെ അതിനെ സ്വീകരിക്കുന്ന കണ്ടിട്ടുണ്ട്. ചിലര് അവർ തന്നെ അവരെ ഇങ്ങനെ കുലുക്കിയിരിക്കുന്നതും കണ്ടിട്ടുണ്ട്. കാണുന്ന കാര്യം പറയുന്ന കേട്ടോ. ചിലർക്കെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വാഞ്ചയാണ്, അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിൽ വിണ്ടുകീറിയ അനുഭവമായിരിക്കും, പക്ഷെ ഭയങ്കര ദൈവസ്നേഹമായിരിക്കും. ചിലരെന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് കുലുക്കിയാലും കുലുങ്ങാത്ത പാറയെ പോലെ അതങ്ങനെ ഇരിക്കും. അവർക്കതൊന്നും വലിയ താല്പര്യമില്ല. എനിക്കെന്തായാലും കർത്താവിൻ്റെ ഈ ഒരു തീ, ഈ ശക്തി, ഈ ഒരു സ്നേഹം, ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം എനിക്കെപ്പോഴും പരിശുദ്ധാത്മാവ്, ദൈവം, വചനം, തീ, ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ എൻ്റെ അകത്തൊരു കത്തൽ വരാറുണ്ട്. എന്നും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഇതൊരു കാലവും വർദ്ധിക്കുന്നതല്ലാതെ കുറഞ്ഞു പോകരുതേ. ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിനകത്ത് നമുക്കൊരു ഉയർച്ച ഉണ്ടാകണമെങ്കിൽ, ദൈവത്തെ നമ്മൾ തള്ളിപ്പറയാതിരിക്കണമെങ്കിൽ, ദൈവത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ലൈഫിൽ ദൈനംദിനം അനുഭവിക്കുന്ന ശക്തി പരിശുദ്ധാത്മാവിൽ നിന്നായിരിക്കണം. മറ്റത് മടുപ്പിൻ്റെ തലകുലിക്കല, മറ്റത് അയാൾക്ക് ഇനി കൈയടിച്ചില്ലേ അയാൾക്ക് ഇനി വല്ലതും തോന്നത്തില്ല എന്നുള്ളതാ. നമുക്ക് അടിക്കാൻ തോന്നത്തില്ലെങ്കിൽ ഇനി അയാൾ വല്ലതും വിചാരിക്കത്തില്ല, ഒന്ന് അടിച്ചു വിട്ടേക്കാന്ന് ഓർത്ത് നമ്മൾ തട്ടുന്നത്. അതൊക്കെ തികഞ്ഞ ഡ്രാമയാണ്. നമ്മൾ അഭിനയിക്കണ്ട. നമ്മൾ അഭിനയിക്കാതെ ജീവിക്കേണ്ട ഒരൊറ്റ സ്ഥലമാണ് യേശു ദൈവത്തിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിൽ. നമ്മൾ അഭിനയിക്കരുത്. അഭിനയിച്ച് ആരെ ബോധ്യപ്പെടുത്താനാ? ഹല്ലേലൂയ. എല്ലാറ്റിനും വളരെ ക്ലിയർ ആയിട്ട് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ അറിയാതെ സാറാഫുകൾ കുലുങ്ങാനും പടിയിളകാനും വേണ്ടി ആരാധിച്ചതല്ല, പക്ഷെ ആരാധിച്ചപ്പോൾ ഇളകി. ആരാധിച്ചപ്പോൾ ദൈവത്തിന്റെ മഹത്വം പുക പോലെ ആലയത്തിനകത്ത് നിറഞ്ഞു. 6:7 നിങ്ങളൊന്ന് വായിച്ചേ. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ, 6-ാമത്തെ അധ്യായം യെശയ്യാ പ്രവാചകന്റെ
പുസ്തകം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. യെശയ്യാ പ്രവാചകന്റെ അധരത്തെ ശുദ്ധീകരിക്കുന്ന ഒരു കനൽ, ഒരു തീയായി ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ അവിടെ കാണിക്കുന്നു. അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. അധരത്തെ ശുദ്ധീകരിക്കുന്ന ഒരു തീയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തിരുവെഴുത്തിൽ കാണിക്കുന്നു. ഞാൻ ഇങ്ങനെയും കൂടെ അതിനകത്തുനിന്നൊരു ഭാഗം പറയാം. യേശുവിൻ്റെ നാമത്തിൽ ഒരു ശുശ്രൂഷകന് ശുശ്രൂഷാ സ്ഥാനത്തേക്ക് ഉയരണമെങ്കിൽ, അവൻ്റെ ശുശ്രൂഷയിൽ മാറ്റങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ദൈവ പൈതലിന് ശക്തനായി തീരണമെന്നുണ്ടെങ്കിൽ, അവൻ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന് ഒരു പങ്ക് നമ്മുടെ അധരത്തെ തൊട്ടിരിക്കണം. നിന്റെ അധരം സാധാ കാര്യം പറയുന്നതിൽ നിന്ന് സ്വർഗീയ വൻകാര്യങ്ങളെ പ്രസ്താവിക്കാൻ അതിനാൽ സാധിക്കും. നിങ്ങളുടെ അധരങ്ങൾ താഴ്ച സംസാരിക്കുന്നതിൽ നിന്ന്, പരാജയം സംസാരിക്കുന്നതിൽ നിന്ന്, അവിശ്വാസം സംസാരിക്കുന്നതിൽ നിന്ന് ഒരു പ്രവാചക അധരമായി അതിനാൽ തന്നെ മാറ്റപ്പെടും. ഇന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ 2025 എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വാക്കുകളിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ പറയാ, അപ്പാ ഈ പ്രവാചക അധരത്തിൽ തൊട്ട് അതേ തീക്കണൽ സറാഫുകളിൽ ഒരുവനെ അയച്ച് എൻ്റെ അധരത്തിൽ ഒന്ന് തൊടണമേ എന്ന് പറയുന്നതോടെ നിന്റെ വായ്ക്കകത്ത് പുതുഭാഷകൾ കൊണ്ട് സ്വർഗം നിറയ്ക്കും. പുതുഭാഷകൾ കൊണ്ട് സ്വർഗം നിറയ്ക്കും. തീ തൊട്ടാൽ ഞാൻ കരുതുന്നില്ല പിന്നെ സാധാ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമെന്ന്. തീ തൊട്ടാൽ നമുക്ക് പിന്നെ എപ്പോഴും നമ്മൾ ആ തീയെ കെയർ ചെയ്യുന്നവരായിരിക്കും. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്ക് കിടപ്പുണ്ട്. മോശെ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. തീ കാണുന്നൊരു സ്ഥലമാണ് ഹോറേബ് എന്ന പർവ്വതത്തിൽ മോശ ആദ്യമായിട്ട് കാണുന്ന വ്യത്യസ്തമായ ഒരു കാഴ്ച. ഞാൻ ഇങ്ങനെയും കൂടെ പറയാം. മോശ ആദ്യമായി കണ്ട വ്യത്യസ്തമായ കാഴ്ച മോശയെ ഒരു വ്യത്യസ്തനാക്കി മാറ്റി എന്നുണ്ടെങ്കിൽ, ഏതൊരു മനുഷ്യനാണോ ഈ തീയെ സംശയിക്കാതെ ഈ വ്യത്യസ്തമായ തീയെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ജീവിതം വ്യത്യസ്തമാക്കി തീർക്കുന്ന തീ ഇന്നും ഈ ആരാധനയുടെ മധ്യത്തിൽ ഇറങ്ങി നിൽപ്പുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തെ, കുടുംബമേ, പ്രിയപ്പെട്ട കൂടപ്പിറപ്പേ, ഈ തീക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഇടം കൊടുത്താൽ, ഈ കത്തിച്ച് കളയാത്ത, നമ്മെ ശുദ്ധീകരിക്കുന്ന, പ്രകാശപൂരിതമാക്കുന്ന ദൈവത്തിൻ്റെ തീക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുത്താൽ, അവിടുന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കി മാറ്റിയിരിക്കും. ഈ 2025 ഒരു വ്യത്യസ്തമാകുന്ന ഒരു ശുശ്രൂഷ ഈ പ്ലാറ്റ്ഫോമിനകത്ത് വെളിപ്പെട്ടിരിക്കും. ഈ 2025 വ്യത്യസ്തമാകുന്ന ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കും. എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ പറ്റും? എത്ര പേർക്ക് അത് ഏറ്റു പറയാൻ പറ്റും? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായ അനുഭവം, വ്യത്യസ്തമായ ദൈവതലങ്ങളിൽ കയറിയാലേ സാധ്യമാകത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു വിശ്വാസം, വ്യത്യസ്തമാകുന്ന ദൈവതലങ്ങളിൽ കയറിയാലേ മനസ്സിലാകത്തുള്ളൂ, സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അതിന് കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പാ എൻ്റെ മേൽ തീയോ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആദ്യം നിനക്കൊരു ശുദ്ധീകരണത്തിൻ്റെ അഗ്നി അവിടെ നയിക്കും. കാരണം മോശയോട് കർത്താവ് പറഞ്ഞു, നീ വരുന്നത് തീയിലേക്കാ. അപ്പോൾ നിനക്ക് തീക്കകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ, മോശ, നീ നിലവിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പ് മോനെ നീ മാറ്റണം. നീ നിൽക്കുന്നത് വിശുദ്ധ ഭൂമിയാണ്. നമ്മൾ ഈ തീയെ പരിഹസിക്കാറുണ്ട്. എനിക്ക് പേടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ തീയെ കളിയാക്കാറുണ്ട് പല രീതിയിൽ. പക്ഷെ എനിക്ക് പേടിയുള്ള കാര്യം, ദൈവത്തിൻ്റെ ഏതൊരു വശത്തെ നമ്മൾ തൊട്ടാലും നമ്മൾ പേടിക്കണം.
കാരണം അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. ദൈവവും ദൈവത്തിൻ്റെ വചനവും നമ്മൾ വിശ്വസിക്കുന്ന പോലും വിശ്വസിക്കുന്നില്ല പോലും. പക്ഷേ നമ്മൾ വിരൽ ചൂണ്ടുന്നത് ദൈവത്തിന് നേരെ ആയതുകൊണ്ട് അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. ഭയപ്പെടണം. ദൈവത്തിൻ്റെ തീയെ പരിഹസിച്ചിട്ട് ആരെങ്കിലുമൊക്കെ ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കാരുണ്യമാണ് ദൈവത്തിൻ്റെ. അതിനപ്പുറം വേറൊന്നും എനിക്ക് പറയാനില്ല. നമ്മളെപ്പോഴും നമ്മളെ ദൈവം ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് ദൈവത്തിൻ്റെ തീയിലേക്കാണ്, ദൈവത്തിൻ്റെ ആ തീക്ഷ്ണതയിലേക്ക്. ഞാൻ അങ്ങനെ പറയാം, ദൈവത്തിൻ്റെ തീക്ഷ്ണതയിലേക്കാണ്. ദൈവത്തിൻ്റെ തീക്ഷ്ണതയ്ക്കകത്തേക്കാണ് നമ്മളെ കയറ്റുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ കേവലം തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഒച്ചപ്പാടുള്ളൊരു ആരാധന, ഒത്തിരി ഒച്ചയുള്ള ആരാധന, ശബ്ദമുള്ള കൈയടി, മറ്റു ഭാഷകൾ സംസാരിക്കുന്ന ഒരിടം, ഇതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ഇമാജിനേഷനിൽ വരുന്നത്. അങ്ങനെ തന്നെയാണ്. എന്നാൽ കർത്താവ് അതിന് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്നറിയാമോ? ഹോളി സ്പിരിറ്റിൻ്റെ ഒരു മീറ്റിങ്ങിൽ ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം. ഇപ്പം ഇന്ന് നിങ്ങളെ ദൈവം ഇൻവൈറ്റ് ചെയ്തേക്കുന്ന, അപ്പം ഞാൻ അതിനൊരു തലക്കെട്ടിട്ടു എന്ന് മാത്രം. എന്നാൽ ഈ ഒരു തലക്കെട്ടിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ അജണ്ട എന്താണെന്നറിയാവോ? ഞാൻ അടക്കമുള്ള വ്യക്തികളെ ദൈവത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ദൈവത്തിനൊരു തീക്ഷ്ണതയുണ്ട് ഈ ഭൂമിയെക്കുറിച്ച്. ദൈവത്തിനൊരു ഭയങ്കരമാകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്, ദർശനമുണ്ട്. ആ തീക്ഷ്ണതയിലേക്ക് എന്നെയും താങ്കളെയും കൈപിടിച്ചുയർത്തുക. സാധാരണമായി അത് നടക്കത്തില്ല. ദൈവത്തിൻ്റെ തീക്ഷ്ണതയിൽ ഒരു വ്യക്തിക്ക് നിൽക്കാൻ സാധാരണമായി നടക്കത്തില്ല. കാരണം യേശു വിളിച്ചു കൂട്ടി നോക്കി. കർത്താവിൻ്റെ ആ ഒരു ദാഹം കൊണ്ടും കർത്താവിൻ്റെ ആ ദർശനം കൊണ്ടും കർത്താവിൻ്റെ കൊതി കൊണ്ടും എല്ലാം കർത്താവ് വിളിച്ചു കൂട്ടി നോക്കി. 12 പേരെ കൂടാതെ വേറെ 75 എണ്ണത്തിനെ 100 എണ്ണത്തിനൊക്കെ കർത്താവ് വിളിച്ചു, ഉപദേശം കൊടുത്തു, അപ്പം നുറുക്കി, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ട്രെയിനിങ് കൊടുത്തു. പക്ഷെ ആരും നിന്നില്ല. ഞാനൊരു ദൈവശബ്ദം അറിയിക്കാം. ഇന്നും ഇത്രയും ബാറ്റിൽസിന്റെ മുമ്പിൽ, ഇത്രയും യുദ്ധം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും, യുദ്ധസമാനവും കലുഷിതവുമാകുന്ന അന്തരീക്ഷത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോഴും, നിങ്ങൾ ഈ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും നിങ്ങൾ ഉറ്റിരിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഞാനൊരു ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ട് പറയട്ടെ, നിങ്ങൾക്ക് മുമ്പേ ഉള്ള പലരും ഇങ്ങനെ നിന്നിട്ടില്ല. നിങ്ങൾക്കും എനിക്കും മുമ്പേ ഉള്ള പലരും ഇങ്ങനെ നിന്നിട്ടില്ല. പക്ഷേ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, നിൽക്കാൻ തോന്നുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോഴും പ്രത്യാശ അറ്റുപോകാത്ത ഒരു വിശ്വാസം അകത്ത് ചലിക്കുന്നു എന്നുണ്ടെങ്കിൽ, വ്യത്യസ്തമാകുന്ന ദൈവത്തിൻ്റെ തീക്ഷ്ണതയ്ക്കകത്തേക്ക് മോശ കയറിയതുപോലെ എപ്പോഴൊക്കെയോ ദൈവം പലവട്ടം നമ്മെ കയറ്റി ഇറക്കിയത് കൊണ്ടാണ്. മോശ പലവട്ടം ദൈവത്തിൻ്റെ തീക്കകത്ത് കയറിയിറങ്ങി, തേജസ്സിനകത്ത് കയറിയിറങ്ങി, ശബ്ദത്തിനകത്ത് കയറിയിറങ്ങി, കൽപ്പനയ്ക്കകത്ത് കയറിയിറങ്ങി. തിരുനിവാസത്തിലേക്ക് ചെല്ലുമ്പോഴും അവിടെയും ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. താൻ നുറുക്കി വെച്ച യാഗവസ്തുവിനെ ദഹിപ്പിക്കാൻ ഇറങ്ങുന്നത്. പല വട്ടമുള്ള എൻകൗണ്ടറുകളിലൂടെ മോശ വ്യത്യസ്തനായ ഒരു അധികാരമുള്ള മനുഷ്യനായി മാറിയതുപോലെ താങ്കളെയും നമ്മെ എല്ലാവരെയും ദൈവം പലവട്ടം തീയെക്കുറിച്ചും തീക്ഷ്ണതയെക്കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ശക്തീകരണത്തെക്കുറിച്ചും അറിയിക്കുന്നു എന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് വ്യത്യസ്തമാകുന്ന ഒരളവും അഭിമാനവും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ സ്വർഗം നിന്നെ വിളിച്ചു കയറ്റിയിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്ലാറ്റ്ഫോമിലാണ് ഇന്ന് നാം ഒരുമിച്ച് നിന്ന് ഈ ശുശ്രൂഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് തമാശയായി കാണണ്ട. ഇൻ ജീസസ് നെയിം. വ്യത്യസ്തമാകുന്ന അനുഭവം. നമ്മളെപ്പോൾ ദൈവം ഇൻവൈറ്റ് ചെയ്തേക്കുന്ന എവിടെയാ? ദൈവത്തിൻ്റെ തീക്ഷ്ണതയിലേക്കാണ്. ദൈവത്തിൻ്റെ മനസ്സും തീക്ഷ്ണതയും ഉണ്ടെങ്കിലേ കാര്യങ്ങളെ വിവേചിച്ചറിഞ്ഞ് നമുക്ക് തീരുമാനം എടുക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ദൂതൻ പറഞ്ഞു, മോശ, നീ നിൽക്കുന്നത് വിശുദ്ധ ഭൂമിയാണ്. അതുകൊണ്ട് നിന്റെ കാലിലെ ചെരുപ്പ് നീ അഴിച്ചു വെക്കുക. പല ഇടങ്ങളിൽ ഇട്ട് കയറിയ ചെരുപ്പ. വിവരിക്കാം. പലരുടെ വായിന്നും പല വിശ്വാസങ്ങളും പല ഉപദേശങ്ങളും പല രീതികളും പല ജീവിതവും കണ്ട ഇടത്തുകൂടെ നീ ഇട്ടുവന്ന ചെരുപ്പും കൊണ്ട് എൻ്റെ തീക്ഷ്ണതയിൽ നിനക്ക് നിൽക്കാനൊക്കത്തില്ല.
പലരുമായിട്ടുള്ള നിന്റെ ബന്ധം, നിന്റെ രീതികൾ, നീ വളർന്നു വന്ന ഇടം, നീ ജീവിച്ചു വന്ന ഇടം, അവിടുത്തെ കൾച്ചറിൽ നിനക്ക് ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് എൻ്റെ തീക്ഷ്ണതയിൽ നിൽക്കാനൊക്കത്തില്ല. പല തൊഴിലിനകത്തുകൂടെ കയറി വന്ന് പല ചിന്തയ്ക്കകത്തുകൂടെ ജീവിച്ചു വന്ന നിന്റെ ആ ഒരു മെന്റാലിറ്റിയിൽ എൻ്റെ തീക്ഷ്ണതയിൽ നിനക്ക് നിൽക്കാനൊക്കത്തില്ല. നീ തന്നെ ആരാഞ്ഞ് നടന്ന ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സംഹിതകൾക്കകത്തുള്ള നിന്റെ വിശ്വാസമനുസരിച്ച് ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് നിനക്ക് എൻ്റെ മുമ്പിൽ നിൽക്കാനൊക്കത്തില്ല. നീ നിൽക്കുന്നത് വിശുദ്ധവും വ്യത്യസ്തവുമാകുന്ന ഒരു തീയുടെ മുമ്പിലും ഒരു സന്നിധിയിലും ആകൊണ്ട് മോശ, ആ ചെരുപ്പ് നീ മാറ്റിവെക്ക്. എനിക്ക് വ്യത്യസ്തതയ്ക്കകത്ത് നിന്ന് നിന്നെ വ്യത്യസ്തമായ ഒന്ന് ഏൽപ്പിക്കാനുണ്ട്. പഠിപ്പിക്കാനല്ല, ഏൽപ്പിക്കാനുണ്ട്. ദൈവം ഏൽപ്പിക്കുന്ന ചില ശുശ്രൂഷകൾ നമുക്ക് ചെയ്യണമെങ്കിൽ ലോകത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന, പലയിടത്ത് കയറി ഇറങ്ങി നടക്കുന്ന ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇതും കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തേക്കാന്ന് പറയാനൊക്കത്തില്ല. ലോകത്തിൻ്റെ പഠനങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനൊക്കത്തില്ല. ലോകത്തിലുള്ളവരുടെ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് അമ്മായി അച്ഛൻ ഇത്രോവിനെയും പ്രീതിപ്പെടുത്തണം, ഇത്രോവിൻ്റെ മോളെയും പ്രീതിപ്പെടുത്തണം, അവന് ഉണ്ടായ കുട്ടിയെയും പ്രീതിപ്പെടുത്തണം. അങ്ങനെ നമുക്ക് ശുശ്രൂഷ ചെയ്യാനൊക്കത്തില്ല. നമുക്ക് ദൈവത്തെ കണ്ട് ഇറങ്ങിയ ഒരു മനുഷ്യന് വ്യത്യസ്തനായിരിക്കും. അവൻ വ്യത്യസ്തമാകുന്ന കാര്യങ്ങൾ ദൈവത്തിങ്കിൽ നിന്ന് ഏറ്റെടുക്കേണ്ടവനായിരിക്കും. ഒന്നും കൂടെ വ്യക്തതയ്ക്കായി ഞാൻ പറയട്ടെ, തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പറയട്ടെ. ഇത്രോവിനെ ബഹുമാനിക്കേണ്ട എന്നല്ല, അമ്മായിയപ്പനെ ബഹുമാനിക്കേണ്ടെന്നല്ല, തൻ്റെ മകളെ ബഹുമാനിക്കേണ്ടെന്നല്ല, നമ്മുടെ വൈഫിനെ ബഹുമാനിക്കേണ്ടെന്നല്ല, കുഞ്ഞിനെ ബഹുമാനിക്കേണ്ടെന്നല്ല. അവരെയെല്ലാം ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു കൺട്രോളും ഒരധികാരവും ഒരു കർത്തവ്യവും കൂടെ ഒരു ദൈവദാസന്, ഒരു ദൈവദാസിക്ക്, ഒരു കുടുംബത്തിന് ദൈവം നൽകിയിരിക്കുന്നു എന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതും പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ജ്ഞാനമാണ്. അവരെ നമ്മളാണ് കെയർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇത്രോ പറയാണ്, ഈ പരിപാടിക്കൊന്നും നിനക്ക് നിൽക്കാനൊക്കത്തില്ല, നീ അവിടെ അങ്ങോട്ട് ആ പണിക്ക് പോയ ആടാര് നോക്കൂടാ എന്ന് ചോദിച്ചാൽ, ഇത്രോവിൻ്റെ ഇഷ്ടം ചെയ്യണോ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടത് മോശയാണ്. അപ്പൊ ഇത്രോവിനെയും പ്രീതിപ്പെടുത്തി ദൈവത്തെയും പ്രീതിപ്പെടുത്തുന്ന പരിപാടി നടക്കില്ല. അതുകൊണ്ട് പറഞ്ഞു, നീ ആ ചെരുപ്പ് ആദ്യം ഒന്ന് അഴിച്ചു വെച്ച് എനിക്ക് ഒരു കാര്യം നിന്നോട് അറിയിക്കാനുണ്ട്. ഞാനൊരു ദൂത് പറയട്ടെ. നമുക്ക് മനുഷ്യരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ദൈവവേല ചെയ്യാനൊക്കത്തില്ല. മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ പ്രസംഗിക്കാനൊക്കത്തില്ല. ശുശ്രൂഷ ദൈവത്തിൻ്റെ അല്ലേ, ആത്മാവ് ദൈവത്തിൻ്റെ അല്ലേ, പ്രാർത്ഥന ദൈവത്തോടല്ലേ. നമുക്ക് മനുഷ്യരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല. കർത്താവ് പറഞ്ഞു, മോനെ നീ ചെരുപ്പ് അഴിച്ചു വെക്ക്, നിന്റെ പാരമ്പര്യം നീ ഒന്ന് അഴിച്ചു വെക്ക്, നിന്റെ പഴയ സിസ്റ്റമൊക്കെ നീ ഒന്ന് മാറ്റി വെക്ക്. എനിക്കൊരു കാര്യം പുതിയതായിട്ട് അറിയിക്കാനാണ്. ഞാൻ ചില സമയം ഇവിടെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ അടുത്ത് പോയി ഞാൻ സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ആദ്യം കൈയിരിക്കുന്ന ഈ സാധനം താഴെ ഇറക്കി വയ്ക്കുക. ആദ്യം അത് താഴെ ഇറക്കി വയ്ക്കുക. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ സംസാരിക്കുമ്പോൾ അത് അത്രയും സീരിയസ് ആണെങ്കിൽ ഞാൻ പറയും, ഇയാളിപ്പോൾ ഫ്രീ ആണോ? ആ ഫ്രീയാ, പറഞ്ഞോ എന്ന് പറഞ്ഞ് പുറത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിനകത്തോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുടെ ഇടയിലോ ആണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം പറയുന്നത്, പറഞ്ഞോ. ഇത് വീട്ടിലാണെങ്കിൽ എന്തായാലും അവർ ഫോൺ താഴ്ത്തി വെച്ചാൽ ഞാൻ പറയുന്നത് കേൾക്കത്തുള്ളൂ. അവർക്കറിയാം ഞാൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള കാര്യമേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നീ പറഞ്ഞോ, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ എന്ന് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം ഇയാൾ ആ സാധനം താഴെ ഇറക്കി വയ്ക്കുക. എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് ഈ പണിയും ചെയ്ത് ആ പണിയും കൂടെ ചെയ്ത് കേൾക്കാനുള്ള കാര്യമല്ല. എനിക്ക് പലവട്ടം പറയാനും വയ്യ, ഒറ്റവട്ടേ പറയത്തുള്ളൂ. അത് കേൾക്കാൻ തക്കവണ്ണം ഈ സാധനം താഴെ ഇറക്കി വെക്കുക എന്ന് പറഞ്ഞ പോലെ കടത്ത പറഞ്ഞു, ആദ്യം നീ ആ സാധനം ഊരി മാറ്റിവേ. നമ്മൾ പല വിശ്വാസങ്ങളും അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ അതും കൂടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ക്ലബ് ചെയ്ത് ചെയ്യുന്ന പരിപാടി ദൈവരാജ്യത്തിനകത്ത് ഇല്ലപ്പാ. അതാണ് നീ ആദ്യം ചെരുപ്പൊന്ന് ഊരിവേ. എനിക്കൊരു കാര്യം അറിയിക്കാനുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. മോനെ ഒരു തീരുമാനം എടുക്കണം. എല്ലാത്തിനെയും കൂടെ ഞാനങ്ങ് ഒരുമിച്ച് പിടിച്ചു നിർത്തി ചെയ്യുന്നതിനേക്കാളും ദൈവം ഏൽപ്പിക്കുന്ന കാര്യം വിശ്വസ്തയോടെ ഒരു കോണിലിരുന്നുകൊണ്ട് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്ത് ഭൂമിയുടെ അറ്റത്തോളം കർത്താവ് എന്നാ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പരിശുദ്ധാത്മാവിലും ശക്തിയിലും എന്തോ ചെയ്യും? യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്തുനിന്ന് നമ്മുടെ JCBയുടെ മറ്റേ ബക്കറ്റ് ഇങ്ങനെ നീട്ടി വെച്ചേക്കുന്ന പോലെ ഇങ്ങനെ കോരിയെടുത്തോണ്ട് ഭൂമിയുടെ അറ്റം വരെ ഒറ്റ ദിവസം കൊണ്ട് പോകുന്നതാണോ കർത്താവ് പറഞ്ഞത്? ഒരറ്റത്തുനിന്ന് തുടങ്ങി അങ്ങ് അറ്റം വരെ പയ്യെ പോകുന്നതാണോ പറഞ്ഞേ? സ്തോത്രം അല്ലേ? അങ്ങനെയാണോ കർത്താവ് പറഞ്ഞത്? പരിശുദ്ധാത്മാവ് വന്നത് എല്ലാം കൂടെ കോരിയെടുത്തോണ്ട് ഒരുമിച്ച് അങ്ങ് അറ്റം വരെ പോകുന്നതാണോ പറഞ്ഞ? അല്ല.
ദൈവം നമ്മളെ ഒരു കാര്യം ചെയ്ത് തഴക്കവും പഴക്കവും വരുത്തിയിട്ടേ അടുത്ത കാര്യത്തിലേക്ക് മൂവ് ചെയ്യിക്കത്തുള്ളൂ. അത് ദൈവരാജ്യത്തിന്റെ സിസ്റ്റമാണ്. പിള്ളേരെയൊക്കെ ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്തൊരു ക്ലാസ്സിലോട്ട് കയറ്റുന്നതിനേക്കാൾ 6 മാസം ഒരു ക്ലാസ്സിന് നിശ്ചയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നേരെ പകുതി വർഷം കൊണ്ട് പിള്ളേരുടെ പഠിത്തം തീർക്കായിരുന്നു, ചെലവും കുറയുമായിരുന്നു. പക്ഷേ തലയ്ക്ക് മൂളയുള്ള ആൾ എന്തിനാ ഒരു വർഷം ഒരു ക്ലാസ്സിൽ ഇരുത്തിയെന്നറിയാവോ? അവൻ പഠിക്കേണ്ടത് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിലോട്ട് പോകാൻ മതി എന്നാ. അവിടെ വേറെയുണ്ട് സിസ്റ്റം. അവൻ പഠിച്ചില്ല, അവൻ തോറ്റെങ്കിൽ വീണ്ടും അതേ ക്ലാസ്സിൽ ഇരുത്താനുള്ളൊരു മാനസികാവസ്ഥയും കൂടെ ആ സ്കൂളിനുണ്ട്. അവൻ 10ാം ക്ലാസ്സിൽ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പം അങ്ങനെ +1 പോകണ്ട, നീ 10ൽ ജയിച്ചിട്ട് നീ +1 പോയാൽ മതി. കാര്യം എന്നാ? ഇവിടെ ഹാൻഡിൽ ചെയ്തതിനേക്കാൾ 3 ഇരട്ടി സാധനം അപ്പുറത്ത് ഹാൻഡിൽ ചെയ്യണ്ടേ? എന്തുകൊണ്ടാ ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടാത്തതെന്നറിയാവോ? നീ കുറെ കൂടെ തെളിയാനുണ്ട്. എന്തുകൊണ്ടാ ചില കാര്യങ്ങൾക്ക് സഡൻലി ഉത്തരം കിട്ടാത്തതെന്നറിയാമോ? എവിടെയൊക്കെയോ കുറച്ച് കാര്യങ്ങളും കൂടെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കാണുന്ന ഒരാളാണ്. ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദൈവത്തോട് മറുപടി ചോദിക്കും, വേണ്ട കാര്യങ്ങളായിരിക്കും. പക്ഷെ ചില കാര്യങ്ങൾ ദൈവം പെട്ടെന്ന് ചെയ്യാറില്ല. ഞാൻ എന്തോ ചിന്തിക്കും, ദൈവം എന്തൊരു കഠിന ഹൃദയനാ. അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കത്തില്ല. പണ്ട് ചിന്തിക്കുമായിരുന്നു. ഇപ്പം ചിന്തിക്കും, എവിടെയോ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, എവിടെയോ ക്ലിയർ ആവാനുണ്ട്, എവിടെയോ എന്തോ കാര്യം എൻ്റെ ശ്രദ്ധ പെടാതെയുണ്ട്. ശ്രദ്ധ അവിടെ എത്താനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്, തിരുത്താനുണ്ട്, ക്രമപ്പെടാനുണ്ട്. ഇത് മനസ്സിലാക്കും. കർത്താവേ, അതെനിക്ക് വെളിപ്പെടുത്തണം, അതെന്നെ കൊണ്ട് ചെയ്യിക്കണം, എന്നിട്ട് പ്രൊമോഷൻ മതി, എന്നിട്ട് മറുപടി മതി. ഇപ്പം എനിക്ക് വെപ്രാളം ഉണ്ടെന്ന് പറഞ്ഞ് ദൈവം അല്ലാതാവുന്നില്ലല്ലോ. അതൊക്കെ മനസ്സിലാക്കാനുണ്ട് തിരുവെഴുത്തിനകത്തുനിന്ന്. ഇത് എന്തിനാ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയിട്ട് പ്രവാചകന്റെ വായെ കൊണ്ട് എന്തിനാ തീ കൊണ്ട് ശുദ്ധീകരിപ്പിച്ചേ? ഒരു ദർശനം കണ്ടില്ലേ? കണ്ട ദർശനത്തിനകത്ത് താൻ ശുദ്ധി വന്നവനാണെന്ന് കരുതിക്കൂടെ? എന്തിനാ തീ കൊണ്ട് ചുണ്ടിത്തൊട്ട് വായിക്കും അകൃത്യത്തിന് നീക്കം വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞേ? അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ പ്രോസസ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ മോശയോട് പറഞ്ഞു, നീ ചെരുപ്പ് മാറ്റിവെക്ക്, എനിക്ക് വ്യത്യസ്തമായൊരു കാര്യം പറയാനുണ്ട്. ആ അരുളപ്പാട് നീ ലോകത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ചെരുപ്പും കൊണ്ട് നിനക്ക് കയറി വന്ന് കേൾക്കാൻ പറ്റുന്ന കാര്യമല്ല മോനെ. നീ ഒരു ശുദ്ധീകരണം പ്രാപിക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ 2025 എനിക്കൊരു വ്യത്യസ്തമാകുന്ന ശുദ്ധിയോടുകൂടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ ഒന്ന് അനുഭവിക്കണമെന്ന്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? വ്യത്യസ്തമാകുന്ന ശുദ്ധീകരണത്തിനകത്ത് മാറ്റേണ്ടത് മാറ്റിയാൽ കേൾക്കേണ്ടത് കേൾപ്പിക്കും, കാണിക്കേണ്ടത് കാണിപ്പിക്കും, പറയേണ്ടത് പറയും. ആമേൻ. മാറ്റേണ്ടത് മാറ്റിയാൽ കേൾക്കേണ്ടത് മാറ്റേണ്ടത് മാറ്റിയപ്പോ കേൾക്കേണ്ടത് മോശയ്ക്ക്. കാരണം എന്നാന്നറിയാവോ? മോശയ്ക്ക് ഭയങ്കര ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു. തീ. പക്ഷെ അത് മുൾപടർപ്പ് കത്തുന്നില്ല. ഒരു അഭിനിവേശമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ട് അഭിനിവേശം. പക്ഷെ എല്ലാവർക്കും ആ ഒരു അഭിനിവേശത്തോട്, ആ ഉള്ള അഭിനിവേശത്തിനനുസരിച്ച് അങ്ങോട്ട് വിഷൻസ് കാണാൻ പറ്റുന്നില്ല, അല്ലേ? ഭയങ്കര ഒരു പാഷനാ ദൈവത്തിന് വേണ്ടി. പക്ഷേ ആ ഒരു അഭിനിവേശത്തിനനുസരിച്ച് കാഴ്ച കാണാൻ പറ്റുന്നില്ല, കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, നിലനിൽക്കാൻ പറ്റുന്നില്ല. മോശയ്ക്കും അതുണ്ടായിരുന്നു. പക്ഷേ ആളുടെ ഈ വാക്ക് ദൂതൻ പറയുന്നത് വരെ കാലിൽ ലോകത്തിൽ ഇട്ടുകൊണ്ട് നടന്ന ചെരുപ്പ് കിടക്കുമായിരുന്നു. അപ്പോൾ അഭിനിവേശം കണ്ടപ്പോൾ, വേറെ ആർക്കും ഇല്ലാത്തൊരു ഭയങ്കര ചൂടും തീവ്രത, തീക്ഷ്ണത കണ്ടപ്പോൾ ദൂതൻ പറഞ്ഞു, നീ ഒരു റൈറ്റ് ഓപ്ഷനാ, നീ അടുത്തു വാ, വരുന്നതിന് മുന്നേ കാലി കിടക്കുന്ന ചെരുപ്പ് മാറ്റിവെക്ക്. 2024 നമ്മൾ ഭയങ്കര അഭിനിവേശത്തോടുകൂടെ ജീവിച്ചു. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ കാലിൽ ലോകത്തിൻ്റെ ചെരുപ്പ് നാം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലോകത്തിൻ്റെ ചെരുപ്പ് ചേർത്താണ് നമ്മൾ ജീവിച്ചെന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ മഹത്വം കാണാനും ശബ്ദം കേൾക്കാനും വെളിപ്പാടുകളെ മനസ്സിലാക്കാനും ആഴങ്ങളെ ഗ്രഹിക്കാനും ഒക്കെ ലോകത്തിൽ നമ്മൾ വേറെ ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലുമൊക്കെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ അരികിൽ പോയത് എങ്കിൽ, ആമേൻ. ഈ പുതുവർഷത്തിൽ ഞാൻ ആത്മാവിൽ എല്ലാവരോടും ഞാൻ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, നമ്മൾ ലോകത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് നീക്കം ചെയ്യാം. ലോകത്തിൽ ഉപയോഗിക്കുന്നത് ദൈവത്തിന് അത്ര മാന്യമല്ല. നല്ല അർത്ഥത്തിൽ മാത്രമേ എൻ്റെ വാക്കുകൾ എടുക്കാൻ പാടുള്ളൂ. അതെൻ്റെ സന്ദേശം ഡെയിലി കേൾക്കുന്നവർക്കറിയാം, ഞാൻ നല്ല അർത്ഥത്തിലേ എല്ലാം പറയാറുള്ളൂ. അതുകൊണ്ട് വേറെ ലോകം വേണ്ടാന്ന് പാസ്റ്റർ പറഞ്ഞു, അങ്ങനെ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ലോകം എന്താണെന്നുള്ള നിങ്ങൾ തന്നെ ഗ്രഹിക്കുക, തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹിക്കുക. ദൈവത്തിന് ചേർച്ചയില്ലാത്തതെല്ലാം
നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങട്ടെ. ദൈവത്തിന് ചേർച്ചയില്ലാത്ത ചിന്തകൾ, ദൈവത്തിനൊരു കാര്യം എന്നോട് അറിയിക്കാൻ എന്താണ് എനിക്ക് തടസ്സം, അതല്ല, അത് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ഉള്ളിൽ തന്നെ പറയും, നമ്മുടെ ഉള്ളിൽ തന്നെ ആത്മാവിരിപ്പുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ ആത്മാവ് സംസാരിക്കും. ആ സാധനം നീക്കുക. ചെരുപ്പ് നീക്കാൻ പറഞ്ഞു. ആ ചെരുപ്പിനെ നീക്കിയപ്പോൾ ഒന്നൊന്നായി തീക്കകത്തുനിന്ന് ശബ്ദം വെളിപ്പെട്ടു. ഒന്നൊന്നായി തീക്കകത്തുനിന്ന് ശബ്ദം വെളിപ്പെട്ടു. നിങ്ങളുടെ അഭിനിവേശത്തെ ദൈവം കാണുന്നു, നിങ്ങളുടെ ദാഹത്തെ ദൈവം കാണുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം കാണുന്നു, നിങ്ങളുടെ ഉപവാസവും കണ്ണീരും ദൈവം കാണുന്നു. ലോകത്തിൽ നിന്ന് നിന്നെ ബന്ധിച്ചിരിക്കുന്നത് എന്തോ അഴിച്ചു മാറ്റാൻ ദൈവം നിന്നോട് തന്നെ ആജ്ഞാപിക്കുന്നു. ലോകത്തിൽ നിന്ന് നിന്നെ കെട്ടിക്കിട്ടിരിക്കുന്നത് എന്തോ അഴിച്ചു മാറ്റാൻ ദൈവം താങ്കളോട് തന്നെ ആജ്ഞാപിക്കുന്നു. ലോകത്തിൽ നിന്ന് നിങ്ങളെ മുടക്കിക്കിട്ടിരിക്കുന്നത് എന്തോ അഴിച്ചുവിടാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് തന്നെ ആജ്ഞാപിക്കുന്നു. നിന്റെ മേൽ അതിനുള്ളൊരു ശക്തി ഈ ശബ്ദത്തോടെ ദൈവം പകരുകയാണ്. ആമേൻ, ഹല്ലേലൂയ. രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം അതിന്റെ 18-ാമത്തെ അധ്യായം 17 മുതൽ 40 വരെയുള്ള വാക്യമാണ്. നമുക്ക് വായിക്കാൻ ഒക്കത്തില്ല 17 മുതൽ 40 വരെ. എന്നാൽ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 18-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ ആളയച്ച് കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. അപ്പോൾ ഏലിയാവ് അടുത്തു ചെന്നു സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ തീ ഇറക്കിയ ഒരു ഭക്തന്റെ ചോദ്യമാണ്. ശ്രദ്ധിച്ചേ പറ്റൂ. ദൈവത്തിന്റെ തീ പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറക്കിയ ഭക്തന്റെ വാക്കുകളാണ്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? അപ്പൊ ആ ചോദ്യത്തിന് പ്രാധാന്യമുണ്ട്. ഈ ചോദിക്കാൻ ഏലിയാവിന് ഒരു ലൈസൻസ് കൊടുക്കണമെങ്കിൽ ഏലിയാവ് ഒറ്റത്തോണിയിൽ സഞ്ചരിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ്, അല്ലേ? അപ്പൊ തീ ഇറങ്ങുന്നതിൻ്റെ അടിസ്ഥാനം ഏക സത്യ ദൈവത്തിൽ മാത്രം പ്രത്യാശയും വിശ്വാസവും അർപ്പിച്ച് ആ ദൈവത്തിൻ്റെ അനുയായികളായി തീരുന്നത് ആകുന്നു എന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാലുവെക്കും? എത്രത്തോളം 2 വിശ്വാസത്തിൽ ജീവിക്കും? എത്രത്തോളം 2-ലധികം ദൈവങ്ങളെ നിങ്ങൾ മധ്യസ്ഥരായി കാണും, നിങ്ങളെ രക്ഷിക്കുന്ന ദൈവമായി കാണും? എത്രത്തോളം നിങ്ങൾ 2 യജമാനനെ സേവിക്കും? എത്രത്തോളം നിങ്ങൾ 2 ആരാധന കഴിക്കും? ഇതിനെല്ലാം ഈ ചോദ്യത്തിനകത്ത് കിടക്കുന്നത്. ഇനിയും പറയാൻ തുടങ്ങി ഇനിയും കുറെ ചോദ്യങ്ങൾ വരും. അപ്പൊ ബാലിന്റെ പ്രവാചകന്മാരോട് ഏലിയാവ് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഡാ, നീ എന്നെ കത്തിക്കാൻ വന്നതാ, എന്റെ ദൈവത്തെ നശിപ്പിക്കാൻ വന്നതാ? ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, നീ എത്രത്തോളം 2 തോണി കാല് വെക്കും? ഇന്നും കൂടെ നിനക്ക് ആ 2 തോണി കാല് വെക്കാൻ പറ്റത്തുള്ളൂ. കാരണം തീ കൊണ്ട് ഉത്തരം അരുളുന്നത് ആരാന്ന് ഞാൻ നിന്നെ റിവീൽ ചെയ്യാം. ഒരു ദൈവദാസൻ എന്ന ഒരു നിലയിൽ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് മറുപടി വെളിപ്പെട്ടില്ലെങ്കിൽ ഭയങ്കര ഷെയ്മാണ്. ശുശ്രൂഷിക്കുന്ന ദൈവദാസന് മിനിസ്ട്രി വെളിപ്പെട്ടില്ലെങ്കിൽ ഭയങ്കര ഷെയ്മാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ ഒരു വിഷമമാണ് അത്. കാരണം പ്രാർത്ഥിച്ചൊരുങ്ങി വരുമ്പം മിനിസ്ട്രി വെളിപ്പെട്ടില്ല എങ്കിൽ ഭയങ്കര സങ്കടമാണ്. ഞാൻ ഒത്തിരി എടുത്തുനിന്ന് അങ്ങനെ വേദനയിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. 2 കുറവുകളുണ്ട് അവിടെ. ഒന്ന് അവിടുത്തെ ജനത്തിൻ്റെ ഒരുക്കക്കുറവ്, 2 നമ്മുടെ കുറവ്. ഈ 2 ഒരുപോലെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ കാരണവും പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണവും എപ്പോഴും പ്രാർത്ഥിപ്പിക്കുന്നതിൻ്റെ കാരണവും ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ കർത്തൃദാസം പ്രാർത്ഥിക്കുന്നതിൻ്റെയും ഒക്കെ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരുക്കത്തിനകത്തെ ദൈവസാന്നിധ്യം ഇറങ്ങത്തുള്ളൂ. അത് ഫയർ ആണെങ്കിലും, അത് ഹോളി സ്പിരിറ്റ് ആണെങ്കിലും, അത് വേർഡ് ആണെങ്കിലും, റെവലേഷൻ ആണെങ്കിലും, ഹീലിംഗ് ആണെങ്കിലും, എന്താണെങ്കിലും ഒരുക്കത്തിനകത്തെ ദൈവസാന്നിധ്യം ഇറങ്ങത്തുള്ളൂ. ആ ഒരുക്കത്തിൽ ആയി തീരട്ടെ, നമ്മളെല്ലാവരും ഒരുക്കം ഉണ്ടാകട്ടെ. അപ്പോൾ ചോദിച്ച ചോദ്യം ചെയ്താ, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ. ഇത് ദൈവം ആരോടോ പറയുന്ന ഒരു ഉപദേശ ശബ്ദമായി സംസാരിച്ചു വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യഹോവ ദൈവമെങ്കിൽ. ദൈവമക്കളെ, നമുക്കൊരു ദൈവമേ ഉള്ളൂ, ഒറ്റ ദൈവമേ ഉള്ളൂ. ദൈവങ്ങൾ ഇല്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. യഹോവ ദൈവമെങ്കിൽ അവനെ
അനുഗമിപ്പിൻ. ബാൽ എങ്കിലോ അവനെ അനുഗമിപ്പിൻ. ബാൽ എങ്കിലോ അവനെ അനുഗമിപ്പിൻ. ഒരു വഴിക്കേ പോകാവുള്ളൂ. ഒരു വ്യക്തിയെ നമ്മൾ ദൈവമേ എന്ന് വിളിക്കാവുള്ളൂ. പല വ്യക്തിയെ നമ്മൾ ദൈവമേ എന്ന് വിളിച്ചാൽ നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നതിനകത്ത് എന്ത് ആത്മാർത്ഥതയാണ് നമുക്ക് അവകാശപ്പെടാനുള്ളത്? അപ്പോൾ ഏലിയാവിൻ്റെയും മനോഭാരം ഇതായിരുന്നു. എത്രത്തോളം രണ്ട് തോണിയിൽ കാൽ വെക്കും, എത്രത്തോളം രണ്ട് ഉപദേശത്തിൽ നിൽക്കും, എത്രത്തോളം രണ്ട് വിശ്വാസത്തിൽ നിൽക്കും. യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലോ അതാണോ നിങ്ങളുടെ ഇതെങ്കിൽ അനുഗമിപ്പിൻ. ഇവർക്ക് ബാലിലാണോ യഹോവയിലാണോ വിശ്വാസം? ആകെ മൊത്തം കൺഫ്യൂഷനാണ്. ഇന്നും ക്രിസ്തീയ ജീവിതത്തിനകത്ത്, ക്രിസ്തീയ ഗോളത്തിനകത്ത് യേശുവെ എന്ന് വിളിക്കുന്നവരുടെ ഇടയിൽ പോലും ഈ ഒരു കൺഫ്യൂഷനുണ്ട്. ഞാൻ യേശുവിനെയാണോ വിളിക്കേണ്ടേ, പരിശുദ്ധാത്മാവിനെയാണോ വിളിക്കേണ്ടേ, പിതാവായ ദൈവത്തെയാണോ വിളിക്കേണ്ടത്? ഒത്തിരി പേര് സംശയം ചോദിച്ചിട്ടുണ്ട്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ദൈവം തന്ന കൃപയ്ക്കൊത്തവണ ഞാനത് റിവീൽ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതുകൂടാതെ ഇതിനപ്പുറം മറ്റെന്തെങ്കിലും കൂടെ അഡീഷണലി ഞാൻ വേഗത്തിൽ മറുപടി കിട്ടാൻ വേണ്ടി ഞാൻ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ള സംശയവും വിശ്വാസികളുടെ ഇടയിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഏലിയാവിനെ പോലെ ഒരു അതിശക്തനായ അഭിഷിക്തന്റെ അധരത്തിലൂടെ ഒരു പൊതുസഭയ്ക്ക് നേരെ, ഒരു കൂട്ടം ജനത്തിന് നേരെ, 800ഓളം വരുന്ന ജനത്തിന് നേരെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. അതിന് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമായി ലോകം മുഴുവനും ആമേൻ വിളിച്ചു പറയുന്നു. ബാൽ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, യഹോവ ദൈവമെങ്കിലോ അവനെ അനുഗമിപ്പിൻ. നമുക്ക് ഏക ദൈവമേ ഉള്ളൂ. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഒരു ദൈവശബ്ദം കൂടെ പറഞ്ഞോട്ടെ. പലരും നിങ്ങളുടെ കൂടെ വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് ഇന്ന് കാണത്തില്ല. പലരും ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട്, പലരും പ്രാർത്ഥിക്കാൻ കൂടിയിട്ട് ഇന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു വ്യക്തിയെ മാത്രം ദൈവം നിയമിച്ചിരിക്കുന്നുവെങ്കിൽ മോശ കണ്ടതുപോലെ വ്യത്യസ്തമായ ഒരു സാന്നിധ്യം കാണാനൊരു കൃപ കർത്താവ് കണ്ണിന് തന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രവാചകന്റെ അധരത്തെ തൊട്ട് ശുദ്ധമാക്കിയതുപോലെ നമ്മെ എവിടെയൊക്കെയോ ദൈവം കണ്ടു, നമ്മളെ ശേഷിപ്പിച്ചിരിക്കുക. ഈ 2024 പലരും ശേഷിച്ചിട്ടില്ല. ഈ 2025 ഇതുപോലെ ഏലിയാവിനെ പ്രവാചകനായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ശേഷിപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇത് വെറുതെയല്ല. ഇത് തീ വെളിപ്പെടുത്താൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. തീ കൊണ്ട് ഉത്തരമരുളാൻ വേണ്ടി ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രവാചകനെ ഞാൻ ഒരുവൻ മാത്രമേ ശേഷിച്ചിരിപ്പുള്ളൂ, മതി എന്ന് പറ. കർത്താവേ, എൻ്റെ ഭവനത്തിനകത്ത് ഞാൻ ഒരു വ്യക്തിയാണോ ദൈവത്തിൽ വിശ്വസിച്ച് ശേഷിച്ചിരിക്കുന്നത്? മതി എന്ന് പറ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു വ്യക്തിയാണോ ദൈവത്തിൽ വിശ്വസിച്ച് ശേഷിച്ചിരിക്കുന്നത്? മതി എന്ന് പറ. നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ആമേൻ നിങ്ങളൊരു വ്യക്തിയാണോ, സഭയിൽ നിങ്ങളൊരു വ്യക്തിയാണോ വിശ്വാസിയായി ശേഷിച്ചിരിക്കുന്നത്? മതി എന്ന് പറ. ബാലിന്റെ 750, 850, 1050, 2050 പ്രവാചകന്മാരുടെ അത്രയും ഗണമൊന്നും ഏലിയാവിനെ പോലെ ഒരു ഒറ്റ മനുഷ്യന്റെ കൂടെ ഇല്ല. കൂടെ നിൽക്കാൻ ആരുമില്ല. ദൈവനാമവും ദൈവത്തിലുള്ള വിശ്വാസവും തന്റെ ജീവിതത്തിലുള്ള ഉറപ്പും മാത്രമുള്ള ഏലിയാവ് പറഞ്ഞൊരു വാക്കിതാണ്, ഞാൻ ഒരുത്തൻ മാത്രമേ പ്രവാചകനായി ശേഷിക്കുന്നുള്ളൂ. പറ, ഞാൻ ഒരുത്തൻ മാത്രം മതി എന്ന് പറ. കാരണം എന്നാ? ഞാൻ പറയുമ്പോ 2000 പേരുടെ മാംസഭുജത്തിന്റെ ബലത്തെക്കാളും ഒരൊറ്റ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവത്തിലാണ് ഞാൻ വിശ്വസിച്ച് നിൽക്കുന്നേ. ഞാൻ ബാലിനെ അനുഗമിക്കുന്നവനല്ല, ഞാൻ ദൈവത്തെ അനുഗമിക്കുന്നവനാ. സാത്താന്റെ കാതടയ്ക്കുന്ന രീതിയിൽ വായു തുറന്ന് പറയാൻ പറ്റുമോ? ഞാൻ സാത്താനെ അനുഗമിക്കുന്നവനല്ല, ഞാൻ ബാലിനെ അനുഗമിക്കുന്നവനല്ല, ഞാൻ പൈശാചിക ശക്തികളെ അനുഗമിക്കുന്നവനല്ല, മറ്റു മധ്യസ്ഥന്മാരെ മധ്യസ്ഥം പിടിക്കുന്നവനല്ല, ഞാൻ ജീവനുള്ള ദൈവത്തെ മാത്രം അനുഗമിക്കുന്നവനാ. ആ അനുഗമിക്കുന്നവനെ ഭയപ്പെട്ടേ പറ്റൂ. ആ അനുഗമിക്കുന്നവനെ ഭയപ്പെട്ടേ പറ്റൂ. അനുഗമിക്കുന്നവനെ ഭയപ്പെട്ടേ പറ്റൂ. ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കണമെങ്കിൽ, ഏലിയാവ് സംസാരിക്കണമെങ്കിൽ, ഏലിയാവിൻ്റെ ബലം പരിശുദ്ധാത്മാവിൽ മാത്രമല്ല, തന്നെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. ഞാൻ നിൽക്കുന്നത് ഒറ്റ തോണിയിലാന്നൊരു ബോധ്യം കൂടെ ഉണ്ട്. വിളിച്ചു പറയുമ്പോഴേ, നീ എത്രത്തോളം 2 തോണി കാലു വെക്കോടാ എന്ന് ചോദിക്കുമ്പോൾ, ഞാനും അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ എന്ന് അദ്ദേഹത്തിന്റെ മനസ്സാക്ഷിക്ക് പറയാൻ തരമില്ല. കാര്യം
അദ്ദേഹം ഏക സത്യ ദൈവമാകുന്ന തോണിയിൽ സഞ്ചരിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞ തീ ഇറങ്ങും എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഒരു ബന്ധം ആ സന്നിധിയുമായിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ്. ചില ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, പാസ്റ്റർ നിങ്ങളോടൊക്കെ ദൈവം സംസാരിക്കും, എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ദൈവശബ്ദം പറഞ്ഞു. നിങ്ങളോടൊക്കെ അല്ലേ ദൈവം സംസാരിക്കുന്നത്? ആൻറ്റിയോട് ആരാ പറഞ്ഞേ? അങ്കിളിനോട് ആരാ പറഞ്ഞതൊക്കെ? ഞങ്ങളോടും സംസാരിക്കും, നിങ്ങളോടും സംസാരിക്കും, ഞങ്ങളോടും സംസാരിക്കും, നിങ്ങളോടും സംസാരിക്കും. അത് ഏലിയാവിനെ പോലെ ഒരു ബോധ്യം പിടിച്ചാൽ മതി. മോശയെ പോലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. നമ്മൾ പലയിടത്ത് കയറി ഇറങ്ങാനുള്ളവരല്ല. നമ്മളൊരു സാന്നിധ്യം കണ്ടിറങ്ങിയവരാ, ഒരു ശബ്ദം കേട്ടിറങ്ങിയവരാ, ഒരു ദൈവമുഖം കണ്ടവരാ, ഒരു പരിശുദ്ധാത്മാവിൽ നിന്ന്, ഒരു പാനപാത്രത്തിൽ നിന്ന്, ഒരു അപ്പത്തിൻ്റെ അംശികളും ആയവരാ, ഒരു ഉപദേശം സ്വീകരിച്ചവരാ, ഈ തിരുവെഴുത്തിനകത്ത് വിശ്വസിക്കുന്നവരാ. നമ്മൾ അതിലാണ് എന്ന് നമുക്ക് നമ്മുടെ മനസ്സാക്ഷിക്ക് ഉറപ്പുണ്ടെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മളോട് സംസാരിക്കാതെ ആരോട് സംസാരിക്കാനാണ്? കർത്താവ് ദൂതന്മാരായിട്ടൊന്നും അങ്ങനെ കമ്പനി അടിച്ചിരിക്കുന്നില്ല. ദൂതന്മാർക്ക് സംസാരിക്കാൻ സമയമില്ല. അവരെപ്പോഴും വർഷിപ്പേഴ്സാ. അയ്യോ, വെള്ളം കുടിക്കാതെ അവർ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കർത്താവേ, ഹോറാസിയേ മഹസിയബ്ബ ഗ്ലോറി. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ തീയുടെ അംശികളാക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അവർ നിങ്ങൾ അവനെ അനുഗമിപ്പിൻ. അപ്പോൾ ബാലിൻ്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞാനൊരുത്ത മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ബാലിൻ്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് ഖണ്ഡമാക്കി തീ ഇടാതെ വിറകിന്മേൽ വെക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീ ഇടാതെ വിറകിന്മേൽ വെക്കാം. നിങ്ങൾ വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ. അപ്പോൾ ഇത് ഒരു ചലഞ്ചാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയാം. ഈ ലോകത്തിൽ നിന്നുള്ള എതിർപ്പ് എന്നൊരു രീതിയിൽ ഇതിനൊരു തലക്കെട്ട് കൊടുത്താൽ, ലോകത്തിൽ നിന്നുള്ളൊരു എതിർപ്പ് എന്നുള്ള രീതിയിൽ ഇതിന് തലക്കെട്ട് കൊടുത്താൽ, ഏലിയാവ് എന്ന് പറയുന്ന ദൈവപുരുഷന് നേരെ 450 പേരാണ് നിരന്ന് നിൽക്കുന്നത്. പുറകെ വേറെയും കുറേ എണ്ണമുണ്ട്. 450 പേരാണ് ഏലിയാവെന്ന് പറയുന്ന ഏക ദൈവ മനുഷ്യന് നേരെ നിരന്ന് നിൽക്കുന്നത്. അദ്ദേഹത്തിന് എതിർത്ത് തോപ്പിക്കാൻ പറ്റുമോ മാനുഷികമായി? ഇത് ഇന്നത്തെ സമൂഹത്തിൽ ഒരു ദൈവവിശ്വാസി അനുഭവിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. പല വിശ്വാസങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ ഒരു ദൈവഭക്തന്റെ നേരെ വരാം. പല സമൂഹത്തിൽ നിന്നുള്ള ചോദ്യശരങ്ങൾ ഒരു ഭക്തന്റെ നേരെ, ദൈവസഭയ്ക്ക് നേരെ വരാം. എത്ര എതിർത്താലും അറിഞ്ഞ സത്യത്തിനകത്തെ ഞാൻ നിൽക്കത്തുള്ളൂ എന്നുള്ള ഏലിയാവിന്റെ നിശ്ചയദാർഢ്യം പോലെയാണ് ഈ ചോദ്യശരങ്ങൾ വരുമ്പോൾ ഏതൊരു മനുഷ്യനും നിൽക്കേണ്ടത്. എന്നാൽ ചിലരോട് ചോദിച്ചാൽ അവരപ്പം തന്നെ അവരുടെ അഭിമാനം ഹേതുവായി ഉടനെ അറിഞ്ഞ സത്യത്തെ വിട്ടിട്ട് വീണ്ടും പഴയ വഴിക്ക് പോകാറാണ് പതിവ്. എന്നാൽ അവർ യേശു തിരഞ്ഞെടുത്ത മറ്റ് 75 ശിഷ്യന്മാർ വിട്ടേച്ചു പോയതിന് സമമെന്ന് മാത്രമേ എനിക്ക് തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ പറയാനുള്ളൂ. എന്നാൽ ഏലിയാവ് പറയുന്നു, ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിപ്പുള്ളൂ, എനിക്കാരുമില്ല, എനിക്ക് വേണ്ടി പ്രയർ സപ്പോർട്ടേഴ്സ് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. 450 പേര് നിങ്ങളുണ്ട്, നിങ്ങൾ ഒറ്റക്കെട്ട്, ഞാൻ ഒറ്റ, എൻ്റെ ദൈവവും എൻ്റെ കൂടെ. നിങ്ങൾ കാളയെ ഒരുക്കി തീയിടാതെ വിറകിൻ്റെ മേൽ വെക്ക്, ഞാൻ കാളയെ ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വെക്കാം. നമുക്ക് 2 പേർക്കും നമ്മുടെ ദൈവങ്ങളെ വിളിച്ചപേക്ഷിക്കാം. തീ ഇറക്കാൻ ആർക്ക് സാധിക്കുന്നോ അത് ദൈവം എന്നിരിക്കട്ടെ. വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഇതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പട്ടണത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന്, പല വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് വിരോധമായി ഏകനായി നീ ശേഷിച്ചിരിക്കെ നിനക്ക് നേരെ 100 കണക്കിന് ചോദ്യശരങ്ങളും 100 കണക്കിന് ആരോപണങ്ങളും 100 കണക്കിന് വെല്ലുവിളികളും 100 കണക്കിന് ഭീഷണി സ്വരങ്ങളും എഴുന്നേറ്റ് വരുമ്പോൾ തീ കൊണ്ട് ഉത്തരമരുളുന്നൊരു ദൈവത്തിൽ നിശ്ചയദാർഢ്യത്തോടെ നിൽക്കാൻ ദൈവം നിന്നെ ഇന്ന് ആ ഒരു ദർശനം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉറച്ചു നിന്ന് പറ, ഞാൻ വിളിക്കുന്ന ദൈവം തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാകൊണ്ട് 450 അല്ല, 4500 അല്ല, 45,000 അല്ല, 4.5 ലക്ഷമല്ല, എത്ര ചോദ്യങ്ങൾ എനിക്ക് നേരെ വന്നാലും ഒരൊറ്റ സന്നിധിയിൽ നിന്ന് ഇറങ്ങുന്ന തീ സകലത്തിനും മതിയായത്. ആമേൻ. ഈ ഒരു പുതിയ തീ വർഷം നമ്മൾ പ്രാപിക്കണം. ഈ ഒരു പുതിയ തീ ഈ ഒരു വർഷം നമ്മൾ പ്രാപിക്കണം. ഞാൻ നിർത്തുകയാണ്, എൻ്റെ സമയം ഒത്തിരി കഴിഞ്ഞു. മോശ ആ വ്യത്യസ്തമാകുന്ന ഒരു തീ കണ്ടതോടുകൂടെ തന്നിലൊരു അഭിനിവേശം വന്നു. ശേഷം തൻ്റെ ഓരോ ശുശ്രൂഷകളിലും ഇസ്രായേൽ മക്കളുടെ
യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അവർ അവിടെ യാഗം കഴിക്കും. തിരുനിവാസത്തിൻ്റെ മുകളിൽ മേഘമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. യാഗവസ്തുവിൽ തീ ദഹിപ്പിക്കും. ആ മേഘം, ആ പ്രത്യക്ഷത കാണുമ്പോൾ അവർ യാത്ര പുറപ്പെടും. തുടങ്ങി അതിൻ്റെയൊക്കെ തുടക്കം ആദ്യം ചെരിപ്പൂരിയ ദൈവസാന്നിധ്യം കണ്ടതാണ്. അതിനുശേഷം മോശയ്ക്ക് ദൈവസാന്നിധ്യം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് വിഷനായിരുന്നു. ഇന്നും നാളെയും കൊണ്ട് ദൈവസാന്നിധ്യം കണ്ട് നിൽക്കാനല്ല, ഈ ആയുസ് മുഴുവൻ കാണാൻ ദൈവം വിളിച്ചേ. മോശ അങ്ങനെ കണ്ടൊരു വ്യക്തിയാണ്. അപ്പോൾ ദൈവസാന്നിധ്യം കണ്ട മോശയ്ക്ക് പിന്നെ ഒരു അഭിനിവേശം, ആ ജനത്തെ കനാൻ കാണിക്കണമെന്നുള്ളൊരു അഭിനിവേശം. 3, ദൈവസാന്നിധ്യം ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഒരു വ്യക്തിയിലേക്ക് വരുന്ന സമയം അവൻ ശുദ്ധിയുള്ളതായിത്തീരും. 4, അവനെ ശക്തീകരിക്കും. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നത്. അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അഗ്നി അവരുടെ മേൽ ഇറങ്ങി. അഗ്നി വളർന്ന നാവ് പോലെ ഓരോരുത്തരുടെ അധരത്തിന്മേൽ പരിശുദ്ധാത്മാവ് തൊട്ടു. അവർ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിച്ചവർ ദൈവശക്തിയിൽ ദൈവത്തെ ആരാധിച്ചു എന്ന് നമ്മൾ കാണുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി താങ്കൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ അധരങ്ങളെ തൊടുന്ന, നിങ്ങളുടെ മത്സരവേദികളിൽ തീ ഇറങ്ങുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമായി നിൽക്കുന്ന, നിങ്ങളുടെ ലൈഫിൽ ശക്തീകരണമായി വെളിപ്പെടുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ശുദ്ധീകരണമായി വെളിപ്പെടുന്ന, നിങ്ങളുടെ ലൈഫിൽ സാന്നിധ്യമായി വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ, ഭവനത്തിൽ, ദേശത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. എത്ര ദൈവമക്കൾക്ക് വിശ്വസിക്കാൻ കഴിയും? പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, മോശ കണ്ട സാന്നിധ്യം, യെശയ്യാവ് കണ്ട സാന്നിധ്യം, ഏലിയാവ് കണ്ട സാന്നിധ്യം എനിക്കും വേണമെന്ന് എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു തുടങ്ങി എല്ലാവരും. ഏലിയാവ് ഒറ്റയ്ക്ക് നിന്ന് ആ ഒരു ചലഞ്ച് ഏറ്റുന്നുണ്ടെങ്കിൽ, ഏലിയ ഒറ്റയ്ക്ക് നിന്ന് ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ പലരും ജീവിതത്തിൽ ഒറ്റയ്ക്കായിരിക്കും. നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നത് പോലും ഒറ്റയ്ക്കായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരൊറ്റ വ്യക്തിയായിരിക്കും ഈ വിശ്വാസത്തിൽ ശേഷിച്ചിരിക്കുന്നത്. ഏലിയാവ് അങ്ങനെ പറഞ്ഞുള്ളൂ, ഞാൻ മാത്രമേ ശേഷിപ്പുള്ളൂ എന്നേ പറഞ്ഞുള്ളൂ, ഞാൻ മാത്രമേ ശേഷിപ്പുള്ളൂ. പക്ഷെ നീ ശേഷിച്ചിരിക്കുന്നു എന്നുള്ളത് നിന്റെ കഴിവല്ല, എൻ്റെ കഴിവല്ല. എന്നെ ശേഷിപ്പിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന്, അല്ലെങ്കിൽ അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ചിലത് ദൈവത്തിന് താങ്കളിലൂടെ റിവീൽ ചെയ്യാനുണ്ട്. നീ കൽപ്പിക്കാത്തതിൻ്റെ പേരിൽ തീ ഇറങ്ങാതിരിക്കരുത്. നീ പ്രാർത്ഥിക്കാത്തതിൻ്റെ പേരിൽ യാഗം കത്തിമാറാതെ, യാഗവസ്തു ദഹിക്കാതിരിക്കരുത്. നിങ്ങൾ മുന്നോട്ട് വരാത്തതിൻ്റെ പേരിൽ ഒരു പ്രവൃത്തി ദൈവത്തിന് ചെയ്യാൻ പറ്റാണ്ടിരിക്കരുത്. കമോൺ. പ്രാർത്ഥിച്ചേ. ഒരഗ്നി ഇന്ന് ചിലരെ തൊട്ടിരിക്കും. ഒരഗ്നി ചിലരെ തൊട്ടിരിക്കും. ഒരഗ്നി വിശ്വസിക്കുന്നവനെ തൊട്ടിരിക്കും. ഒരഗ്നി വിശ്വസിക്കുന്നവനെ തൊട്ടിരിക്കും. ഇന്ന് നിങ്ങളുടെ ആരാധനയിലും ഉമ്മരപ്പടി കുലുങ്ങട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിലും അടിസ്ഥാനങ്ങൾ ഇളകട്ടെ. ഇത് വ്യത്യസ്തമാകുന്നൊരു ശക്തിയാകുന്നു. ഇത് വ്യത്യസ്തമാകുന്നൊരു ശക്തിയാകുന്നു. പ്രാർത്ഥിക്കുന്നവരുടെ മേൽ പിതാവേ, യൂട്യൂബിലും സൂമിലും പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ആ ദൈവശക്തിയെ പകരുക. ആ ദൈവശക്തിയെ പകരുക കർത്താവേ. ഈ സെക്കൻഡിൽ ആ ദൈവശക്തിയെ ശേഷിപ്പുകളെ കർത്താവ് തൊട്ടു തുടങ്ങുകയാണ്. ശേഷിപ്പുകളെ തൊട്ടു തുടങ്ങുകയാണ്. ശേഷിപ്പുകളെ തൊട്ടു തുടങ്ങുകയാണ്. ശേഷിപ്പുകളെ തൊട്ടു തുടങ്ങുകയാണ്. പ്രശ്നങ്ങൾ പലതനവധി നിരവധി നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടും നിങ്ങൾ ഒരു വ്യക്തിയെ ശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ശേഷിപ്പുകൾ തിരിച്ചറിയുമ്പോൾ ശേഷിപ്പുകൾക്ക് വേണ്ടി ഇറങ്ങുന്നൊരു ദൈവമുണ്ട്. ശേഷിപ്പിച്ചിരിക്കുന്നത് വെറുതെ അല്ല എന്ന്
മനസ്സിലാക്കുന്നവന്റെ വാക്കിന്റെ മേൽ ഇറങ്ങുന്ന ഒരു തീയുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ ശേഷിച്ചിരിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ ശേഷിച്ചിരിക്കുമ്പോൾ, പ്രതിസന്ധികൾ ശേഷിച്ചിരിക്കുമ്പോൾ, ശത്രുക്കൾ ശേഷിച്ചിരിക്കുമ്പോൾ, പ്രതിയോഗി ശേഷിച്ചിരിക്കുമ്പോൾ, വെല്ലുവിളികൾ ശേഷിച്ചിരിക്കുമ്പോൾ, അതിന്റെ എല്ലാം എണ്ണത്തിന്റെ പകുതിയുള്ള താങ്കൾ ഒരു വ്യക്തിയെ ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ അകത്ത് ചോർന്നു പോകാതെ, സമ്പത്ത് ചോർന്നു പോയിട്ടും, സമാധാനം ചോർന്നു പോയിട്ടും, ബന്ധങ്ങൾ ചോർന്നു പോയിട്ടും, നിങ്ങളുടെ അകത്ത് ചോർന്നു പോകാതെ ദൈവം ശേഷിപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയെ ഇന്ന് തിരിച്ചറിയുന്നെങ്കിൽ, ശേഷിക്കുന്ന ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ശേഷിക്കുന്ന ആത്മശക്തിയോടെ കൽപ്പിക്കുക. ആ കൂട്ടമായിട്ട് നിൽക്കുന്ന വൈരിയുടെ മേൽ, ആ ഫെലിസ്ത്യ സൈന്യത്തിന്റെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ. അത് നിങ്ങൾ കൽപ്പിക്കുക. ഈ സെക്കൻഡിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പലയിടങ്ങളിലും ഡിവൈൻ അപ്പോയിന്റ്മെന്റുകൾ നടക്കുന്നു. In the name of Jesus, ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കും. Yes, in the name of Jesus. ശേഷിക്കുന്ന വിശ്വാസത്തിനകത്ത് നിന്നുകൊണ്ട്, ശേഷിക്കുന്ന ആത്മധൈര്യത്തിൽ നിന്നുകൊണ്ട്, അതെത്രയോ ആകട്ടെ. നിന്റെ വീട്ടിൽ എന്തുണ്ട്? എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയുണ്ട്. നിന്റെ വീട്ടിൽ എന്തുണ്ട്? ആകെ എനിക്കും എൻ്റെ കൊച്ചിനും കൂടെ ഉണ്ടാക്കി തിന്നാനുള്ള ഒരടയുടെ മാവും അല്പവിഷവും മാത്രമേ ഉള്ളൂ എന്ന് മറ്റൊരു സ്ത്രീ പറഞ്ഞു. ഒരു ഭരണി എണ്ണയുണ്ട്. മറ്റൊരു സ്ത്രീ പറഞ്ഞു ഒരടയ്ക്കുള്ള മാവേ ഉള്ളൂ. ഇത് തിന്ന് ഞാനും എൻ്റെ കൊച്ചും ആത്മഹത്യ ചെയ്യാൻ നിൽക്കുക. സ്തോത്രം. രണ്ടിടത്തുനിന്ന് രണ്ട് വാക്ക്. പക്ഷേ ശേഷിച്ചത് എന്തെന്ന് പ്രവാചകന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നു. ശേഷിച്ചതെന്താ? പഴയ വിശ്വാസമൊന്നും ഇല്ല പാസ്റ്ററെ. സാരമില്ല, കുറച്ച് വിശ്വാസം ബാക്കിയുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. പഴയ പ്രതീക്ഷയൊന്നും ഇപ്പൊ ഇല്ല പാസ്റ്ററെ. സാരമില്ല, കുറച്ച് പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. പഴയ പ്രാർത്ഥനയൊന്നും ഇപ്പൊ ഇല്ല പാസ്റ്ററെ. സാരമില്ല, പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അതിനകത്ത് നീ ഉറച്ചു നിൽക്കാമെങ്കിൽ അല്പം കൊണ്ടും അധികം കൊണ്ടും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ദൈവം നിന്റെ വിശ്വാസത്തെ മാനിച്ചിരിക്കും. തീ ഇറങ്ങിയിരിക്കും. കാരാഗ്രഹം തുറന്നിരിക്കും. അടിസ്ഥാനം കുലുങ്ങിയിരിക്കും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനത്തിന്റെ അധരങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ഈ സെക്കൻഡിൽ തീ അയക്കപ്പെടട്ടെ. തീ സ്വർഗത്തിൽ നിറങ്ങട്ടെ. ഇറങ്ങട്ടെ. എനിക്ക് കാണാം വ്യക്തികളുടെ മേലെ തീ ഇറങ്ങുന്നത് എനിക്ക് കാണാം. ഒരു പുതിയ ബലം ഈ സെക്കൻഡ് പുതുകി വരുന്നൊരു ബലം ചിലരെ തൊടുന്നു. ആ ശബ്ദത്തിന്മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആ അന്യഭാഷയിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആ കൈകളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആ ഉടലിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഫയർ. Shalababa Yehova Rasike mama mandala bagosha ralkatala bragoshasia in the name of Jesus. Hallelujah. Raseme kana makayandaba rigal tamana shantala bagoshasia. Yes, നീ ഒരുത്തൻ മാത്രം ശേഷിച്ചെങ്കിൽ ഒരു ശേഷിപ്പ് നിന്റെ മേൽ പകരാനും കൂടെ വേണ്ടിയാ. നീ ഒരുത്തൻ മാത്രം നിലനിന്നെങ്കിൽ ഒരു ശേഷിപ്പ് നിന്റെ മേൽ പകരാൻ വേണ്ടിയാ. മറ്റാരുടെയോ മേൽ പകരാൻ കഴിയാത്ത ഒരു ശേഷിപ്പ്, നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെയും മേൽ പകരാൻ കഴിയാത്തൊരു ശേഷിപ്പ് നിങ്ങളുടെ മേൽ എൻ്റെ ദൈവം കണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാകുന്നു താങ്കൾ. പിതാവേ, ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യം ഈ ജനത്തിൻ്റെ മേൽ പകരണമേ. അത്യന്ത ശക്തി, അസാധാരണമാകുന്ന അസാധാരണമാകുന്ന
ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, അസാധാരണമാകുന്നു ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. ഞാനിത് പറയുമ്പോൾ തന്നെ, വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി അടിക്കുന്നു. അസാധാരണമാകുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ സെക്കൻഡിൽ ജനത്തിന്റെ മേൽ വീഴട്ടെ. ഇവർ ശക്തി കൊണ്ട് നിറയട്ടെ. നിരാശകൾ മാറട്ടെ, നിന്ന മാറട്ടെ, ഭയം മാറട്ടെ, ആകുലത മാറട്ടെ. ഇവരുടെ ജീവിതത്തിൽ ആശ്വാസം വരട്ടെ. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഇവരെ ബ്ലസ് ചെയ്യുന്നു. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും തൊട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ ദിവസവും 2 നേരം പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ മീറ്റിംഗ്സിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ വേണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും സ്ഥലവും കൂടെ രേഖപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾക്ക് മീറ്റിങ്ങിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെന്ന് അറിയിച്ചാൽ തീർച്ചയായിട്ടും അയച്ചു കിട്ടും. നിങ്ങൾക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഒരു പുതിയൊരു യോദ്ധാവാക്കി അപ്പൻ നിങ്ങളെ മാറ്റി എടുത്തിരിക്കും. എത്ര പേർക്ക് കൂടെ ചേർന്ന് ആമേൻ പറയാൻ പറ്റും? ഒരു പുതിയ യോദ്ധാവാക്കി. അങ്ങനെയൊന്നും താങ്കൾ നശിച്ചു പോകത്തില്ല, അങ്ങനെയൊന്നും നിങ്ങൾ ചോർന്നു പോകത്തില്ല. സർവശക്തനായ ദൈവം അസാധാരണ വ്യക്തിത്വമാക്കി നിങ്ങളെ മാറ്റിയിരിക്കും. ആമേൻ. നമുക്കടുത്ത ദിവസം ഒരുമിച്ച് കാണാം. നാളെ രാവിലെ 6:30 മണിക്ക്, എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. ഈവനിങ് 6:30 ഈവനിങ് സർവീസ് ഉണ്ട്. പങ്കെടുക്കുക, പരിശുദ്ധാത്മാവിൽ നിറയുക, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുക, ദൈവിക ശക്തി കാത്തു സൂക്ഷിക്കുക. അടുത്ത ദിവസം കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ.